നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കോൺഗ്രസ് ചെർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെർപ്പ് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തി. KPCC സെക്രട്ടറി A. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. PG മത്സ്യഭവന്റെ നേതൃത്വത്തിൽ ദേശീയ മത്സ്യ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. മത്സ്യസംഗമവും മത്സ്യ കർഷകരെ ആദരിക്കലും CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. മിൽമ സംസ്ഥാന ചെയർമാനും കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന PA ബാലൻ മാസ്റ്ററുടെ 4ാം ചരമവാർഷിക ദിനം ആചരിച്ചു. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് ചെർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെർപ്പ് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തി. KPCC സെക്രട്ടറി A. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനം അനുസരിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് നടക്കുന്ന മാർച്ചിന്റെ ഭാഗമായിട്ടാണ് ആരോഗ്യ കേരളം വെന്റിലേറ്റർ ആയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേരള സംസ്ഥാനത്ത് വ്യാപകമായി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. KPCC ആഹ്വാനം അനുസരിച്ചുകൊണ്ട് പ്രതികൂലമായ കാലാവസ്ഥയിലും മാതൃകാപരമായി മാർച്ച് സംഘടിപ്പിച്ച ചെർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയെ KPCCക്ക് വേണ്ടി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്യാൻ ആദ്യമായി തന്നെ അവസരം വിനിയോഗിക്കുകയാണ്. നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു, ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ് എന്നുള്ളത്. ദീർഘനാളുകളായി ആരോഗ്യ മേഖലയെ തകർത്തുകൊണ്ടാണ് പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. നമ്പർ 1 കേരളത്തിന്റെ ആരോഗ്യ മേഖല മാതൃകാപരമായി മുന്നോട്ട് പോയിരുന്നതാണ്. ആ മാതൃകാപരമായി മുന്നോട്ട് പോയ ആരോഗ്യ മേഖലയെ 1ാം പിണറായി സർക്കാരും 2ാം പിണറായി സർക്കാരും ചേർന്നുകൊണ്ട് കഴിഞ്ഞ 9 വർഷക്കാലമായി തകർക്കുന്ന കാഴ്ച നമ്മുടെ ഈ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുത്തഴിഞ്ഞ ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, പാവപ്പെട്ടവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. സിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു. കുറെ നാളുകളായിട്ട് ആരോഗ്യവകുപ്പ് നിശ്ചലമായിരിക്കുകയാണ്. ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണ്. ആരോഗ്യവകുപ്പ് ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ബഹുമാന്യ ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തിയതുപോലെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ട സൗകര്യങ്ങളോ മരുന്നുകളോ ഒന്നും തന്നെ അവർക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ കോട്ടയത്ത് ഈ അടുത്ത ദിവസം ബിൽഡിംഗ് വീണ് ബിന്ദു എന്ന് പറഞ്ഞ ഒരു സഹോദരി മരിച്ച സംഭവം, വളരെ വർഷങ്ങളായിട്ട് ഉപയോഗിക്കാൻ പാടില്ലാത്ത ബിൽഡിങ്ങില് രോഗികളെ പാർപ്പിച്ച് രോഗികൾക്ക് കൂടിയിരിക്കുന്നവരും പാർത്ത് അവിടുത്തെ ശുചിത്വ മുറികളൊക്കെ ഉപയോഗിച്ച് കൊണ്ടിരിക്കുകയാണ്. KK കൊച്ചുമുഹമ്മദ്, സുനിൽ ലാലൂർ, സുജീഷ കള്ളിയത്ത്, റോസ്ലി ജോയ്, M. സുജിത് കുമാർ, KR സിദ്ധാർത്ഥൻ, KP അനൂപ്, കുട്ടികൃഷ്ണൻ നടുവിൽ, പ്രേംബാസി, സുരാ ചേർപ്പ്, പ്രിയൻ പെരിഞ്ചേരി, K. രാമചന്ദ്രൻ, ഷൈജു സായിറാം, KR ചന്ദ്രൻ, സന്തോഷ് എടത്തേടൻ, ഷാജി കള്ളിയത്ത്, KK രാമൻ തുടങ്ങിയവർ സംസാരിച്ചു. PG മത്സ്യഭവന്റെ നേതൃത്വത്തിൽ ദേശീയ മത്സ്യ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. മത്സ്യസംഗമവും മത്സ്യ കർഷകരെ ആദരിക്കലും CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് കൃഷിക്കാരന്റെ ചെലവുകളാൽ കഴിയാൻ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ മണ്ഡലത്തിലാണെങ്കിൽ കടലുണ്ട്, പുഴയുണ്ട്, തോടുകളുണ്ട്, പാടശാലകളൊക്കെ ഉണ്ട്.
ഇതൊക്കെ നമ്മുടെ മേഖലയിൽ ഉണ്ടെങ്കിൽ പോലും ഇതിനോട് മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ താല്പര്യം പ്രകടിപ്പിക്കുന്നവരെ എങ്ങനെ അവരുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൂടുതൽ അടുപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ ഓഫീസറുമായി സംസാരം നടത്തിയത്. അപ്പോൾ ചില നിർദ്ദേശങ്ങൾ ഓഫീസറുടെ പറയാനായി പല സ്ഥലങ്ങളിലും നമ്മുടെ ദിനത്തിന് മുമ്പ് തന്നെ പല പഞ്ചായത്തുകളിലും ചെറിയ ചെറിയ രീതിയിൽ പുതിയ വ്യവസായം പോലെ പല സ്ഥലത്തും നമ്മുടെ മനുഷ്യപ്പെടുത്തുന്ന വേദികൾ ഇപ്പോഴും നമ്മൾ പ്രകാശിക്കുന്നു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അറിയാലോ, നമുക്ക് നമ്മുടെ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗം മൂലം നന്നായി മഴ പെയ്യുമ്പോൾ സാധാരണ വർഷക്കാലങ്ങളിലുള്ള മഴയല്ല പെയ്യും. സ്വാഭാവികമായിട്ട് മഴക്കെടുതികൾ ഉണ്ടാവുന്നത്, വെള്ളപ്പൊക്കം ഉണ്ടാവും. അപ്പോൾ ഈ മത്സ്യം വളർത്തുക എന്ന് പറയുന്നത് നമ്മുടെ പാടശേഖരങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം കുടുംബങ്ങൾ അതിന് ചുറ്റുമുണ്ട്. അപ്പം അതുകൊണ്ടാണ് ചേർപ്പ് ഗ്രാമപഞ്ചായത്തും പാറ ഗ്രാമപഞ്ചായത്തും ഒക്കെ ഈ വയലുകളിൽ നെൽകൃഷി വേണ്ട എന്ന് നിശ്ചയിച്ച് മുന്നോട്ട് പോകുന്നത്. അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ അതിന് മാറ്റം വരുന്നതാണ്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിന് സാധ്യതയുണ്ട്, അതിന് ബുദ്ധിമുട്ടുണ്ട്. ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നന്നായിട്ട് ഉൽപാദനം ഉണ്ടായ ഒരു ബ്ലോക്ക് പഞ്ചായത്തായിരുന്നു. മത്സ്യസമ്പത്തിലെ ഏറ്റവും ഉൽപാദന വർധനവുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്താണ്. പക്ഷെ സ്വാഭാവികമായിട്ട് ഇത്തരം പ്രയാസങ്ങൾ മൂലം മത്സ്യത്തിൽ പ്രൊഡക്ഷനിൽ ഉൽപാദനത്തിന് കുറവുണ്ട്. ചടങ്ങിൽ മത്സ്യകർഷകരായ കണ്ണൻ അവണിശ്ശേരി, ഡേവിസ് ചേർപ്പ്, സുധീർ പാറളം, നിഖിൽദാസ് വല്ലച്ചിറ എന്നിവരെ ആദരിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ, ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റോസ്ലി ജോയ്, TK ഗീത, CK സുനിൽകുമാർ, NT സജീവൻ, അനിത, TN ഉണ്ണികൃഷ്ണൻ, BDO CM അനീഷ്, അക്വാകൾച്ചർ പ്രൊമോട്ടർ TK സുബിത എന്നിവർ സംസാരിച്ചു. നിൽമ സംസ്ഥാന ചെയർമാനും കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന PA ബാലൻ മാസ്റ്ററുടെ 4ാം ചരമവാർഷിക ദിനം ആചരിച്ചു. കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ പെരിഞ്ചേരി അധ്യക്ഷത വഹിച്ചു. CK നന്ദകുമാർ, MR രാമകൃഷ്ണൻ, രാജൻ നടുവിൽ, സുരേന്ദ്രൻ കൈപ്പാറ, VJ സുനിൽ, മിഥുൻ രാസ്, KF ജോസഫ്, PS രമേശ്, MR അതുൽ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തി. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. കേരളത്തിലെ ആരോഗ്യമേഖല ദശാബ്ദങ്ങളായി കൈവരിച്ച നേട്ടങ്ങൾ കഴിഞ്ഞ 4.5 വർഷത്തെ വീണ ജോർജിന്റെ ഭരണത്തിൽ വെന്റിലേറ്ററിലായെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. KPCC സെക്രട്ടറി ജോൺ ഡാനിയേൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറിമാരായ K ദിലീപ് കുമാർ, CM നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, CV വികാസ്, സന്തോഷ് മാസ്റ്റർ, PS സുൽഫിക്കർ, PM സിദ്ദിഖ്, KB രാജീവ്, ചന്ദ്രൻ താന്യം, ഷൈൻ പള്ളിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ദിവംഗതനായ മാർ അപ്രേം മെത്രാപൊലീത്തയുടെ അന്ത്യകർമ്മ ശുശ്രൂഷയുടെ ഭാഗമായി നഗരി കാണിക്കൽ തൃശൂർ സ്വരാജ് റൗണ്ടിൽ പ്രദക്ഷിണം ചെയ്തു. പ്രദക്ഷിണത്തിൽ പങ്കെടുക്കാനെത്തിയത് 100 കണക്കിന് വിശ്വാസികൾ. പ്രത്യേക കുർബാനയ്ക്കും നൊവേനയ്ക്കും ശേഷം പൊൻകുരിശുകളുടെ അകമ്പടിയോടെ 11:30 മാർത്തമറിയം പള്ളിയിൽ നിന്നും വിലാപയാത്രയായി നഗരി കാണിക്കൽ യാത്ര ആരംഭിച്ചത്. പൊൻകുരിശുകളുടെ അകമ്പടിയോടെ നടന്ന നഗരി കാണിക്കൽ യാത്രയിൽ പങ്കെടുത്തത് സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിന് വിശ്വാസികൾ. തൃശൂർ മേയർ MK വർഗീസ്, കൌൺസിലർമാർ, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ തുടങ്ങി പൗരപ്രമുഖർ നഗരി കാണിക്കൽ യാത്രയിൽ പങ്കെടുത്തു. ബൈബിൾ വചനങ്ങളും സൂക്തങ്ങളും ചൊല്ലിയായിരുന്നു വിലാപയാത്ര. ഹൈറോഡിലൂടെ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിച്ച വിലാപയാത്ര റൗണ്ട് ചുറ്റി തിരികെ മാർത്തമറിയം വലിയ പള്ളിയിൽ സമാപിച്ചു. ദേശീയപാത 66 3 പീടികയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. കാർ യാത്രക്കാരായ 2 പേർക്ക് പരിക്ക്. ഡ്രൈവർ ചാവക്കാട് അകലാട് സ്വദേശി വെണ്ടാട്ടിൽ റഫീഖ്, മണത്തല സ്വദേശി റജബ് മൻസിലിൽ ഫർഹാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ 3 പീടികയിലെ ഫസ്റ്റ് എയ്ഡ് ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 4 മണിയോടെ 3 പീടിക സെന്ററിന് തെക്കുഭാഗത്താണ് അപകടമുണ്ടായത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ചാവക്കാട്ടേക്ക് പോയിരുന്ന കാറും സവാള കയറ്റി എറണാകുളം ഭാഗത്തേക്ക് പോയിരുന്ന ചരക്ക് ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു.
തൃശൂർ പാണഞ്ചേരി വില്ലേജ് ഇരുമ്പുപാലം രാജീവ് ദശലക്ഷം നഗർ നിവാസികളുടെ വർഷങ്ങളായുള്ള പട്ടയ പ്രശ്നത്തിന് പരിഹാരമായി. 67 പേർക്ക് പട്ടയങ്ങൾ വിതരണം ചെയ്തു. പാണഞ്ചേരി പഞ്ചായത്തിലെ ചുവന്നമണ്ണ, കുതിരാൻ, ഇരുമ്പുപാലം സെന്ററുകളിൽ നടന്ന ചടങ്ങുകളിൽ 67 പേർക്ക് മന്ത്രി കെ രാജൻ പട്ടയം വിതരണം ചെയ്തു. തൃശൂർ താലൂക്കിലെ പാണഞ്ചേരി വില്ലേജിൽ രാജീവ് ദശലക്ഷം നഗറിലെ 42 പേർക്കും ഇരുമ്പുപാലം നിവാസികളായ 21 പേർക്കും അതിദരിദ്രർക്കുള്ള 4 പട്ടയങ്ങളുമാണ് വിതരണം ചെയ്തത്. ജില്ലയിൽ ദീർഘകാലമായി വിവിധ കാരണങ്ങളാൽ മുടങ്ങിക്കിടന്ന പട്ടയ അപേക്ഷകൾ തീർപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചുവന്നമണ്ണ, കുതിരാൻ, ഇരുമ്പുപാലം സെന്ററുകളിൽ നടന്ന ചടങ്ങുകളിൽ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സബ് കളക്ടർ അഖിൽ വി മേനോൻ, ADM ടി മുരളി, തൃശൂർ തഹസിൽദാർ ടി ജയശ്രീ, പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KV അനിത, സുബൈദ അബൂബക്കർ, ET ജലജൻ, ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസ് കയ്പമംഗലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിഞ്ഞനം കുറ്റിലക്കടവ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. DCC ജനറൽ സെക്രട്ടറി സോണിയ ഗിരി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമേഖലയോട് സർക്കാരിന് അവഗണനയാണെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത്. ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ പി മേനോൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അനിൽ പുലിക്കൻ, DCC ജനറൽ സെക്രട്ടറിമാരായ CC ബാബുരാജ, CS രവീന്ദ്രൻ, മണി കാവുങ്ങൽ, KK കുട്ടൻ, TK പ്രകാശൻ, സുധാകരൻ മണപ്പാട്ട്, CJ പോൾസൺ, സുരേഷ് കൊച്ചുവീട്ടിൽ, അനസ് അബൂബക്കർ, ശോഭന രവി, ബീന സുരേന്ദ്രൻ, PM സലീം, ഡേവിസ് മാളിയേക്കൽ, ഉമറുൽ ഫാറൂഖ്, PS ഷാഹിർ, ഷീല വിശ്വംഭരൻ, PA അഫ്സൽ, KB അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. അക്ഷര നക്ഷത്രം കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ സ്നേഹാദരവ് സംഘടിപ്പിച്ചു. മാധ്യമ പ്രവർത്തകനായ ഷിലിൻ, എഴുത്തുകാരി പ്രിയങ്ക പവിത്രൻ എന്നിവർ ചേർന്ന് സംഘടിപ്പിച്ച പരിപാടി ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് MS മോഹൻദാസ്, കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. വിവിധ രംഗങ്ങളിൽ അംഗീകാരം ലഭിച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. SM ജീവൻ, ഹിമ ഷിൻജോ, നൌഷാദ് പാട്ടുകുളങ്ങര, ബഷീർ വടക്കൻ, പ്രഭാ ദാമോദരൻ, ഗീത മേലെടുത്ത്, ഹരി K പുരക്കൽ, E ജിനൻ, സുനിൽ P മതിലകം, ഷീജ കൃഷ്ണകുമാർ, റജീന റഹ്മാൻ, ആമി, അക്ബർ താമരക്കുളം എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9,020 രൂപ, പവന് 72,160 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കോൺഗ്രസ് ചെർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെർപ്പ് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തി. KPCC സെക്രട്ടറി A പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. PG മത്സ്യഭവന്റെ നേതൃത്വത്തിൽ ദേശീയ മത്സ്യ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. മത്സ്യസംഗമവും മത്സ്യ കർഷകരെ ആദരിക്കലും CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. മിൽമ സംസ്ഥാന ചെയർമാനും കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന PA ബാലൻ മാസ്റ്ററുടെ 4ാം ചരമവാർഷിക ദിനം ആചരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.